പഞ്ചാബിന്റെ ചരിത്രം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരുടേതാണ്. അത് കാവിക്കൊടിയേന്തി സമരം നടത്തിയവരുടേതല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടമില്ലാത്തവരുടേതല്ല. ത്രിവർണ പതാക നെഞ്ചിലേറ്റിയവരുടേതാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം കൂട്ടിച്ചേർത്ത് അഖണ്ഡ ഭാരതമാക്കിയ വികല ഭൂപടം ഇന്ത്യയുടേതാണെന്ന് പറയുന്നവർ ഏത് ഭരണഘടനയാണ് അംഗീകരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഉപയോഗിക്കാത്ത ആ കാവിക്കൊടിയും ഭൂപടവും രാജ്ഭവനിൽ വേണമെന്ന് RSS വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരുടെയും പോക്കറ്റിലിട്ട് നടക്കുന്നതല്ല ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള സ്നേഹവും അഭിമാനവും. ആരുടെയും വർഗീയവൽക്കരണ ശ്രമങ്ങൾക്ക് കുട പിടിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യ സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഭാരതാംബ എന്ന സങ്കല്പവും. ബ്രിട്ടീഷ് രാജിനും നയങ്ങൾക്കുമെതിരെ ഭാരതമാതാവിനെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങളും ഇന്ന് വ്യാപകമായി സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും വ്യത്യാസമുള്ളതാണ്. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച് തന്റെ RSS പ്രതിച്ഛായ ഒന്നുകൂടി ഉറപ്പിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നിലപാടിനോട് സമരസപ്പെടാതെ ആ ചിത്രം നീക്കണമെന്നാവശ്യപ്പെട്ട് പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി P. പ്രസാദും ഭാരതമാതാവിന്റെ പ്രതീകം ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ച് വൃക്ഷത്തൈകൾ നട്ട CPIയും ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യ മര്യാദ കൂടിയാണ്. അതിനെതിരെ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്നവർ, ത്രിവർണ പതാക മാറ്റി കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ പ്രദർശിപ്പിക്കുന്നവർ ഭാരതമാതാവിനെ വണങ്ങിയില്ലെന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കുന്നത് പ്രഹസനമല്ലാതെ മറ്റെന്താണ്? എന്തിനാണ് ഭാരതാംബയിലും ഈ രാഷ്ട്രീയ മുതലെടുപ്പ്? സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു പാനലിൽ CPM നേതാവ് ശ്രീ A. സമ്പത്ത്, BJP നേതാവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ. മൂന്ന് പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, പ്രതിഷേധിക്കുന്നത് ഇടതുപക്ഷമാണ്. അത് പ്രതിഷേധിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഒരുപാട് മുദ്രാവാക്യങ്ങളുടെ ഘടകവിരുദ്ധമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് ഈ ഭാരതാംബയുടെ ചിത്രവും അല്ലെങ്കിൽ അതിൽ കൊണ്ടുവന്ന ഭൂപടവും അടക്കം എന്നതുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? ഭാരതാംബ എന്നത് കവികളുടെ ഭാവന മാത്രമാണ്. അത് ഒരു ഭരണഘടന പ്രകാരമുള്ള ഒന്നല്ല. ഇവിടെ രാജ്ഭവനെ RSS വൽക്കരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ഇതുവരെ ഇത്രയും വർഷങ്ങളായി പരിസ്ഥിതി ദിനം ജൂൺ 5 രാജ്ഭവനിൽ വെച്ചല്ല നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം ആദ്യമായി സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടതാണോ ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണോ എന്നറിയില്ല, പരിസ്ഥിതി ദിനം രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. നല്ല കാര്യം. പക്ഷേ അവിടെ ഒരു അജണ്ട ഗവർണർക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭാരതാംബ എന്ന് പറയുന്നത് ഞങ്ങൾ ആരും അതിന് വിരുദ്ധരല്ല. ഭാരതാംബയുടെ പടം വയ്ക്കുന്നതോ ഭാരതാംബയുടെ പടത്തിൽ ഹാരം ചാർത്തുന്നതോ അതിനകത്ത് പുഷ്പ അർച്ചന നടത്തുന്നതോ പുഷ്പ അഭിഷേകം നടത്തുന്നതോ ഒന്നും കോൺഗ്രസ് തരല്ല. പക്ഷെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിൽ ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ഒരാൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. നമുക്കറിയാമല്ലോ, ഈ ഭാരതാംബ ശരിക്കും പറഞ്ഞാൽ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിൽ ബംഗാൾ മാത, അതായത് RSS രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആദ്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കസിൻ, അതായത് അവനീന്ദ്രനാഥ ടാഗോറാണ് ഇങ്ങനെ ഒരു പടത്തിന് രൂപം നൽകുന്നത്. ശാന്തമായ സ്ത്രീരൂപം, അതിനകത്ത് ഒരു കയ്യിൽ വസ്ത്രം, ഒരു കയ്യിൽ വൈജ്ഞാനിക പുസ്തകം, ഒരു കയ്യിൽ ജപമാല, ഒരു കയ്യിൽ അതേപോലെ തന്നെ നെല്ല്, അതായത് കറ്റ. അങ്ങനെ ശാന്തരൂപമായ ഒരു സ്ത്രീ രൂപമാണ് അന്ന് ഈ അവനീന്ദ്രനാഥ ടാഗോർ രൂപം നൽകിയത്. എന്നാൽ പിന്നെ RSS എന്ത് ചെയ്തു? കാവിക്കൊടി ഏന്തുന്ന ഭാരതാംബയായി അതിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു. ഞങ്ങൾക്കതിലൊന്നും എതിർപ്പില്ല. ഇപ്പോൾ കാവിക്കൊടി പിടിക്കുന്ന ഭാരതാംബയായാലും നമുക്കറിയില്ല, ഇപ്പോൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ അവിടെയൊക്കെ കാവിക്കൊടി കെട്ടുകയാണ്. അതിനൊന്നും ഞങ്ങൾ എതിരില്ല. അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഭാരത് മാതാ കി ജയ്. ഞാൻ ചോദിക്കട്ടെ, ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത് ഞങ്ങളാണ്. എപ്പോഴാ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജവാന്മാർ വിളിച്ചു,
ആ സമര പോരാളികൾ വിളിച്ചു ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ജവാന്മാർ വിളിച്ചതാ, സ്വാതന്ത്ര്യ സമര സേനാനികളാ. അന്നൊന്നും ഈ RSSകാർ ഇല്ല. RSS രൂപീകരിച്ച 1925 മുമ്പേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുമല്ല ആദ്യം വിളിക്കുന്ന 1873 നാര അസുള്ള ഖാനാണ്. അസുള്ള ഖാനാണ് ആദ്യമായി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. അത് അവസാനം RSSകാരുടെ അവകാശമാക്കി. വിളിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ കേരള രാജ്ഭവനെ അത് രാഷ്ട്രീയപരമാക്കി മാറ്റാനുള്ള, ഭരണഘടനാ സംവിധാനത്തെ മാറ്റാനുള്ള ഗവർണറുടെ തീരുമാനം. ഞാൻ ഒരു കാര്യം പറയാം. മുമ്പിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒളിഞ്ഞും പതുങ്ങിയുമാണ് കേരളത്തെ രാഷ്ട്രീയ RSS വൽക്കരിക്കാൻ ശ്രമിച്ചതെങ്കിൽ പരസ്യമായി അർലേക്കർ ഇവിടെ ഇപ്പോൾ അത് ശ്രമിച്ചിരിക്കുകയാണ്. തുടക്കമാണ്. അദ്ദേഹം പറയുന്നത് ഇനി എല്ലാ പരിപാടിക്കും ഇത് ചെയ്യുമെന്നാണ്. ഭാരത് മാതാവിൻ്റെ പടം വയ്ക്കും. ഞങ്ങളതെതിരില്ല. പക്ഷേ അത് രാജ്ഭവൻ എന്നുള്ള ഭരണഘടനാ സംവിധാനമാണ്. അവിടെ പുഷ്പാർച്ചനയും പുഷ്പാഭിഷേകവും നടത്തുന്നത് ഇതൊരു മതേതരത്വ രാജ്യമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അടുത്ത മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുമ്പോഴും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും ഇതേ വേദിയിലാണോ? ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹം എടുത്ത നിലപാട്, ഇതേ ഈ ഗവർണർ തിരിച്ചു പിടിക്കാൻ CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഈ ആദ്യ റൗണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ് പോയത്? അദ്ദേഹം ഒളിവിലാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി ചെറിയ വിഷയങ്ങൾ പോലും വൈകുന്നേര സമയങ്ങളിൽ 1 മണിക്കൂർ പത്രക്കാരോട് സംവാദിക്കാനുള്ള അദ്ദേഹം ഒരു മിണ്ടാട്ടമില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മിണ്ടാത്ത? RSS കേരള രാജ്ഭവനിൽ RSS വൽക്കരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെ പോയി? അവിടെയാണ് നെക്സസ് ബിറ്റ്വീൻ ഈ RSSും BJPയും തമ്മിലുള്ള, BJPയും CPM തമ്മിലുള്ള നെക്സസ്, അന്തർധാര ഞങ്ങൾ പറയാറില്ലേ? അതിൻ്റെ ഫലമായിട്ടാണ് കേരള ഹൗസിൽ കാപ്പി കുടിച്ചത്. ആരൊക്കെയാ? കേരള ഗവർണറാ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇഡ്ഡലിയും സാമ്പാറും വെച്ച് കൊടുത്തത്. അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? ഫിനാൻസ് മിനിസ്റ്റർ, ഇന്ത്യ രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. എനിക്കൊന്ന് CPM ഗസ്റ്റ് അഡ്വക്കേറ്റ് ശ്രീ എ സമ്പത്ത് അല്പസമയത്തിനൊക്കെ വരും. നമുക്ക് ആ ഒരു റൗണ്ടിലേക്ക് ആ ചോദ്യം കൂടെ വെക്കാം. എന്തുകൊണ്ടാണ് CPIയുടെ ആത്മാർത്ഥത CPM ഈ വിഷയത്തിനകത്ത് എടുക്കാത്തത് എന്നുള്ളത് BJP പാനലിസ്റ്റിലേക്ക് പോയ ശേഷം ശ്രീ ഉല്ലാസ് ബാബു, ഭാരതാംബ എന്ന് പറഞ്ഞ് രാജ്ഭവനിൽ വെച്ച ചിത്രം, അത് ഏകദേശം രൂപ് കിഷോർ കപൂർ വരച്ച ചിത്രവുമായിട്ട് ഏകദേശം സാമ്യമുള്ള ചിത്രം അതായിട്ട് വിചാരിക്കാം. പക്ഷേ അതിൽ ത്രിവർണ്ണ പതാകയല്ല. ആ യഥാർത്ഥ ചിത്രത്തിലുണ്ടായ ത്രിവർണ്ണ പതാക മാറ്റി അത് കാവിക്കൊടി വെച്ചിരിക്കുന്നു. ഭരണഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം, ആ രാജ്യത്തിന് നിലനിൽപ്പടക്കം അംഗീകരിക്കാത്ത ഒരു ഭൂപടം അതിന് പിറകിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത് രണ്ടും ചെയ്ത ശേഷം ഇത് അംഗീകരിക്കില്ല എന്ന് പറയുന്നവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുക, അവരൊക്കെ രാജ്യദ്രോഹികളാകുക, ദേശവിരുദ്ധരാകുക, എന്ത് മുതലെടുപ്പാണ്? അപർണ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അപർണയ്ക്കറിയാം ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്നും, ഇതൊന്നും അത്ര പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർന്നു വരേണ്ട ഒരു വിഷയമൊന്നുമല്ല എന്നും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയവാദം കുത്തിവെക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ചോദ്യചിഹ്നവുമായി അല്ലെങ്കിൽ ചോദ്യവുമായിട്ടാണ് ഇതിന്റെ ഈ പണികളൊക്കെ നടക്കുന്നത്. അതൊക്കെ മാധ്യമപ്രവർത്തകർക്കും കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെ ഭാരതാംബ എന്ന് പറയപ്പെടുന്ന സങ്കല്പം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നുണ്ട് അവർ അത് അംഗീകരിക്കുന്നില്ല. അവർക്ക് അഖണ്ഡ ഭാരത സിസ്റ്റത്തെ അവർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് അഖണ്ഡ ഭാരതത്തെ അംഗീകരിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾക്കും അഖണ്ഡ ഭാരതത്തെ അംഗീകരിക്കാൻ വേണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തകർന്ന കമ്മ്യൂണിസ്റ്റും തളരുന്ന കോൺഗ്രസും അംഗീകരിച്ചില്ല എങ്കിലും ഞങ്ങൾ ഭാരതാംബ എന്ന് പറയപ്പെടുന്ന അഖണ്ഡ ഭാരത സങ്കല്പത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അഖണ്ഡ ഭാരത സങ്കല്പം ഞങ്ങൾ മാത്രമല്ലെന്ന്, ഇതൊക്കെ മുന്നേ നമ്മുടെ പൂർവികന്മാർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ അഖണ്ഡ ഭാരത സങ്കല്പമുണ്ട്. അതിൽ അപർണ എന്നോട് ചോദിച്ച ചോദ്യത്തിലും തെറ്റുണ്ട്. നോക്കൂ, നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ വിഭജനം 47 നടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച വേദന, നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ച വേദന അത് ചെറുതല്ല. കോടിക്കണക്കിന് ആളുകൾക്കാണ് പ്രയാസം ഉണ്ടായത്. ആ അഖണ്ഡ ഭാരത സങ്കല്പത്തെ
ബഹുമാനിക്കുന്നത് കൊണ്ടോ അതിനെ അംഗീകരിക്കുന്നതുകൊണ്ടോ അഖണ്ഡ ഭാരത സങ്കല്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഒരാൾക്കും തെറ്റു പറയാൻ പറ്റില്ല. അതെന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമാണോ? അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കാവിക്കൊടി RSSന്റെ ഫാക്ടറിയിൽ RSS ഉണ്ടാക്കിയതല്ല ഭരണ. RSS ഒക്കെ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ വർഷങ്ങൾ മുൻപ് കാവിക്കൊടിയുണ്ട്. ഇരട്ടവാലുള്ള കാവിക്കൊടിയുണ്ട്. അത് ഭാരതം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, രാമായണം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ പൂർവ്വ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊടിയാണ്. അതിലൊന്നും എന്ത് തെറ്റുള്ളത്? പിന്നെ ഇവർ പറഞ്ഞു ഭാരതമാതാവിന്റെ ചിത്രം നോക്കൂ. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വ്യത്യാസമുള്ളത്, അത് അഭിനേന്ദ്ര ടാഗോർ വരച്ച ചിത്രം അത് ബംഗാ മാത എന്ന് പറയപ്പെടുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വരച്ചാണ്. അങ്ങനെയാണ് അത് പ്രചാരത്തിൽ വന്നത്. പിന്നീട് അത് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിട്ടുള്ള ഭഗിനി നിവേദിതയാണ് അതിന് ഭാരത് മാത എന്ന രീതിയിലേക്കുള്ള ഒരു പരിചരണം ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന വന്ദേ മാതര ഗാനത്തിലാണ് ഒരു സ്ത്രീ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദുർഗയായും എന്താ പറയാ വളരെ ശക്തിയുള്ള ഒരു മാതാവായിട്ടും ഭാരതത്തെ സങ്കല്പിക്കുകയും ആ സങ്കല്പിക്കുന്ന ഭാരത മാതാവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു പോകുന്നുണ്ട്. അത് ലാലാ ലജ്പത് റായി ആയിക്കോട്ടെ, ഗോപാലകൃഷ്ണ ഗോഖലെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, ഈവൻ നെഹ്റു വരെ അത് പരിപൂർണമായിട്ട് അംഗീകരിച്ചു വന്നിട്ടുണ്ടെന്ന്. ഇതിലൊന്നും ആർക്കും പ്രയാസവും ഉണ്ടായിട്ടില്ല, പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല, അതിനകത്തൊരു വിഷമവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതൊരു ചർച്ചയാകുന്നത് ഭാരതാംബയെ പൂജിക്കുന്നു അല്ലെങ്കിൽ ഭാരത മാതാവിനെ അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ രാജ്ഭവനിലോ നിങ്ങളത് നിങ്ങളുടെ കാര്യാലയങ്ങളിൽ പൂജിക്കൂ. രാജ്ഭവനിലോ പൂജിക്കുന്നത്? രാജ്ഭവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണ്? രാജ്ഭവനിലാണോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഭാരതാംബ പിടിച്ചിരിക്കുന്നത് ത്രിവർണ്ണ പതാകയാണ്? ആ ത്രിവർണ്ണ പതാക മാറ്റിയിട്ടാണ് പറയുന്നത്. കാവി പതാകയ്ക്ക് കുഴപ്പമില്ല എന്ന്. ഇത് സ്വാതന്ത്ര്യ സമരകാലത്താണെങ്കിൽ നിങ്ങൾ ആ ത്രിവർണ്ണ പതാകയോട് കൂറ് കാണിക്കണ്ടേ? ആ പതാക മാറ്റിവെച്ചിട്ട് ഇത് കുഴപ്പമില്ല എന്ന് പറയാം. അത് നിങ്ങളുടെ താല്പര്യത്തിനാകാം. അത് രാജ്ഭവൻ പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്താകണമോ എന്നാണ് ചോദ്യം. രാജ്ഭവനിലാണെങ്കിലും എവിടെയാണ് എങ്കിലും ഭാരത മാതാവിനെയും ഭാരതത്തെയും ഉൾക്കൊള്ളേണ്ടതും അഖണ്ഡ ഭാരതത്തെ ഉൾക്കൊള്ളുന്നതിനും ഒരു വിരോധവുമില്ല. ഏത് ഭരണഘടനയിലാണ് അഖണ്ഡ ഭാരത സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളത്? സന്തോഷം അഖണ്ഡ ഭാരതത്തെ ഉൾക്കൊള്ളുന്നത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഏത് ഇന്ത്യയുടെ ഭരണഘടന വായിച്ചിട്ടില്ലേ? ഇന്ത്യയുടെ ഭരണഘടന വായിച്ചിട്ടില്ലേ? അത് അതിർത്തി മര്യാദകളെ പാലിക്കുന്നതാണ്, അത് അംഗീകരിക്കുന്നതാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ പഴയ കാലത്തെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാണെന്ന് കരുതി അത് കൂട്ടിച്ചേർത്ത് വെക്കുന്നതല്ല. അത് ഏത് ഭരണഘടനയാണ് അംഗീകരിച്ചിട്ടുള്ളത്? അപർണയെ, ഭരണഘടനയിൽ 1,45,000 വാക്കുകളാണ് ഉള്ളത്. ആ 1,45,000 വാക്കുകളിൽ അപർണ പറയുന്ന രാജ്ഭവൻ എന്ന് പറയപ്പെടുന്ന വാക്ക് പോലും ഇല്ല. അത് വിചാരിച്ചൊരു രാജ്ഭവൻ ഭരണഘടന വിരുദ്ധമാണോ? നമ്മുടെ കേരളത്തിന്റെ ആനകളുടെ ചിഹ്നമുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിചാരിച്ചത് ആന്റി ഭരണഘടനയാണോ? അപ്പൊ നമ്മളൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതൊരു രാഷ്ട്രീയപരമായിട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്ന് 4 ചർച്ചകൾ ചെയ്യുക എന്നുള്ളതല്ല. അതിനകത്ത് കണ്ടന്റ് എന്താന്ന് മനസ്സിലാക്കണം. ഭാരതമാതാവ് സങ്കല്പത്തിൽ ഭാരതത്തെ മാതാവായും ഭാരതത്തെ അംഗീകരിക്കുകയും അതിനൊരു സ്ത്രീ സങ്കല്പത്തിൽ കാണുകയും ചെയ്യുന്ന അത് അത്ര തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഭരണഘടന വിരുദ്ധവുമല്ല. ഒരു ഭാരതമാതാവിനെ ബഹുമാനിക്കുന്ന ഭാരതത്തെ അമ്മയായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത്? ഇപ്പൊ നോക്കട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ഭാരതാംബയാണ് കാണിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ ആനന്ദമഠത്തിന്റെ കാലം മുതലാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ രൂപ് കിഷോറിന്റെ കാലം വരെയാണെങ്കിൽ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച ഭാരതാംബ, ആ ഭാരതാംബയുടെ ചിത്രമാണ് നിങ്ങൾ ആധാരമാക്കുന്നത്. ആ പതാക നിങ്ങൾ സൗകര്യപൂർവ്വം മാറ്റി. നിങ്ങൾ അവിടെ ഒരു കാവി പതാക ഞങ്ങൾക്ക് എന്തിനും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ജനങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച അപർണ ഉണ്ടാക്കുന്നതാണ്. അപർണത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടവാലുള്ള കാവി എന്ന് പറയപ്പെടുന്നത് RSSന്റേതല്ല അപർണ. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. നോക്കൂ, ത്രിവർണ്ണ പതാകയോട് ഇത്ര
ഇത്ര ഭ്രഷ്ട എന്തുകൊണ്ടാണ് ത്രിവർണ്ണ പതാക അത് അപർണയുടെ അറിവ് കുറവെന്ന് ഞാൻ വിളിക്കുന്നില്ല. മനഃപൂർവ്വമായിട്ടുള്ള അറിവ് കുറവ് അഭിനയിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആ കൃത്രിമ ചോദ്യത്തിന് ഉല്ലാസ് ബാബു എന്തിനു മറുപടി പറയണം? RSSനെയും BJPയുടെയും ത്രിവർണ്ണ പതാകയോട് വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ അത് അറിവ് കുറവിന്റെ നിറകുടമാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പതാക മാറ്റിയിട്ട് ഞങ്ങളുടേതായ ഒരു ഭാരതാംബ ഇവിടെ വെക്കുന്നു, ഞങ്ങളുടേതായ ഒരു ഭാരതാംബ വെക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടി കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭൂപടം കൊടുക്കുന്നു? ഇത് അംഗീകരിക്കാത്തവരൊക്കെ ദേശദ്രോഹികളും ദേശവിരുദ്ധരുമായി മന്ത്രിയുടെ വീട്ടിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തുന്നു, അവിടെ വിളക്ക് വെച്ച് പ്രതിഷേധിക്കാൻ പോകുന്നു. എന്നിട്ട് ഇതൊക്കെ ഒരു നിലമ്പൂർ ഇലക്ഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണോ? അങ്ങനെയാണ് ആ നീക്കം നടത്തുന്ന ആരാണ്? അവിടെ പോയി സമരം നടത്തുന്നവരാണ്, ഈ പ്രതിഷേധിക്കുന്നവരാണ്. അപർണ പ്രഷറോടുകൂടി ചോദിച്ചുകൊണ്ട് ഞാൻ പ്രഷറോടുകൂടി ഒന്നും മറുപടി പറയില്ല. ഞാൻ അതേ നല്ല രീതിയിൽ തന്നെ മറുപടി പറയുള്ളൂ. എനിക്കിന്ന് വളരെ സന്തോഷകരമായ കാഴ്ച ഉണ്ടായി. അപർണ തൃശ്ശൂരിലെ ബിനോയ് വിശ്വ ഉണ്ടല്ലോ, അങ്ങനെ മുഷ്ടി ചുരുട്ടിട്ട് വിളിക്കുകയാണ് ഭാരത് മാതാ കി ജയ്. നല്ല കാര്യം. അങ്ങനെയുള്ള ബിനോയ് വിശ്വന്മാരൊക്കെ തിരിച്ചു വിളിക്കട്ടെ. ഭാരത് മാതാവിനെ അംഗീകരിക്കാനും ഭാരതത്തെ ബഹുമാനിക്കാനും ഭാരത ഭാരത മാതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ അവരൊക്കെ തയ്യാറായല്ലോ. ഈ ചർച്ച കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി മനസ്സിലാക്കണം. ഇതിനകത്തൊരു സംശയം വേണ്ട. ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുമ്പോൾ കോൺഗ്രസും അങ്ങനെ ചിരിക്കുന്നുണ്ടാകും അല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയൻ? അല്ല, എനിക്ക് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ചിരി വരികയാണ്. കാരണം നിലമ്പൂർ ഇലക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം. നിലമ്പൂർ ഇലക്ഷനും രാജ്ഭവനിലെ പരിസ്ഥിതി ദിനത്തിന് അവിടെ ഭാരതാമ്മയുടെ ചിത്രം വെച്ച് പരിപാടി നടത്തുന്നത് എന്താ ബന്ധം? ചുമ്മാ ഈ വിഷയത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞു വിഷം ബിനോയ് വിഷയം പറഞ്ഞിട്ട് ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് താങ്കൾ പറഞ്ഞ വിമർശനങ്ങളുണ്ട്. ഞാൻ ഒരു അക്ഷരാപ്പം മിണ്ടിയില്ല. ഇതിപ്പോ എന്റെ അവസരമാണ്, എന്നോട് ചോദിച്ചാണ്. ഞാൻ പറയട്ടെ, അതിനുശേഷം താങ്കൾക്ക് പറയാനുള്ളത് പറയാം. ബിനോയ് വിശ്വം വിളിച്ചു ഭാരത് മാതാ കി ജയ്. സുഹൃത്തെ, വിളിച്ചത് ഞങ്ങളാണ്, കോൺഗ്രസ്സാണ്, സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ ഞങ്ങളാണ്. ആദ്യം ഭാരത് മാതാ കി ജയ്, ഞാൻ ആദ്യ റൗണ്ടിൽ പറഞ്ഞു ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. അത് വിളിച്ചത് ഞങ്ങളാണ്, കോൺഗ്രസ്സുകാരാണ്. അന്ന് ഈ RSS ഇല്ല. RSS രൂപീകരിക്കുന്ന മുമ്പ് ഞങ്ങളുടെ ജവാന്മാർ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തി മരണമടഞ്ഞ നമ്മുടെ പൂർവികരില്ലേ, അവർ വിളിച്ചതാണ്. അതിനെ നിങ്ങൾ കടമെടുക്കുകയായിരുന്നു. നിങ്ങൾ കടമെടുത്താണ് ഇപ്പോൾ ഭാരത്. പിന്നെ നിങ്ങൾ പറഞ്ഞു കാവി നിങ്ങളുടേതല്ല. കാവി നിങ്ങളതാക്കി മാറ്റിയതാണ്. ഇപ്പോൾ കാവി പിടിച്ചാൽ മാത്രമേ ഭാരതാമ്മ ആവുകയുള്ളൂ. ഇവിടെ ചോദിച്ചതൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഭാരതാമ്മയുടെ കയ്യിൽ ഒരു ത്രിവർണ്ണ പതാക കൊടുക്കാത്തന്തേ? ത്രിവർണ്ണ പതാക എന്തു? നിങ്ങൾ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് അമ്മയുടെ കയ്യിൽ ഒരു ത്രിവർണ്ണ പതാക കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരള നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കൂ. രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവിലെ ഉല്ലാസ് ബാബുവിൻ്റെയും എൻ്റെയും ഒക്കെ നികുതി എടുത്ത് പേയ്മെൻറ്റ് നടത്തുകയാണ്. സ്വകാര്യ വീടല്ല. അദ്ദേഹത്തിന് ഹോട്ടലിൽ വിളിച്ച് ഈ പരിപാടി നടത്താം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഞങ്ങളുടെ ഇതുപോലൊരു സംഭവം പശ്ചിമ ബംഗാളിലുണ്ടായി. ഉല്ലാസ് ബാബുവിന് അറിയാമോ? പശ്ചിമ ബംഗാൾ ഇതേപോലെ വിഷയം ഉണ്ടായപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, ഗവർണറുടെ പ്രോട്ടോകോൾ ഓഫീസറെ വിളിച്ച് പറയുക, ഖജനാവിലെ പൈസ എടുത്തല്ല രാജ്ഭവനിൽ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതെന്ന്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഖജനാവിലെ പൈസ എടുത്തല്ല നിങ്ങൾക്ക് കാവിക്കൊടി കെട്ടേണ്ടത്. നിങ്ങൾക്ക് കാവിക്കൊടി കെട്ടാൻ നിങ്ങൾ കാവിക്കൊടി കെട്ടിക്കൊന്നേ. നിങ്ങൾ ഭാരതാമ്മയെ നിങ്ങൾ പൂജിച്ചോളൂ, നിങ്ങൾ പുഷ്പാർച്ചന നടത്തിക്കോളൂ, ഭദ്രദീപം കൊളുത്തിക്കോളൂ, പുഷ്പ അഭിഷേകം നടത്തിക്കോളൂ. ഞങ്ങൾ ഇതിലൊന്നും എതിരല്ല. ഞാനും ഒരു ഹിന്ദു വിശ്വാസിയാണ്. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പോകുന്ന ആളാണ്. പക്ഷേ നിങ്ങളൊരു ഈ മതേതരത്വ രാജ്യത്ത് ഈ രാജ്ഭവനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് എൻ്റെ സുഹൃത്തെ. ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ അവിടെ നിങ്ങൾ കേൾക്കണോ? എനിക്ക് ഞാൻ അല്പം കൂടി പൊളിച്ചു പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഗവർണറുടെ മകൻ, അർലേക്കറുടെ മകൻ, അദ്ദേഹം ഒരു ഫുൾ ടൈം ABVPയുടെ ഫുൾ ടൈം പ്രചാരകനാണ്. നിങ്ങൾക്കറിയാമോ? ഈ അർലേക്കറുടെ മകൻ ABVPയുടെ ഫുൾ ടൈം പ്രചാരകനാണ്, ഫുൾ ടൈമറാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് കാണിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എനിക്കൊരു അമർഷമുള്ളത്, താങ്കൾ വരുന്നതിന് മുമ്പേ ഒരു കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിച്ചു. ഇടതുപക്ഷ സുഹൃത്ത് വന്നിട്ടില്ല. ഇതിനകത്ത് കേരളത്തിലെ നിങ്ങളിപ്പോൾ ബിനോയ് വിശ്വത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കാത്തത് നിങ്ങൾ ചോദിക്കണം. ഇവിടെ CPI പ്രതികരിക്കുമ്പോൾ അത് ഘടകകക്ഷിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനകത്ത് പ്രതികരിച്ചില്ലല്ലോ?
അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കേരള ഹൗസിൽ കാപ്പി കുടിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയെ അംഗീകരിക്കുന്ന തെളിവാണ് അദ്ദേഹം മിണ്ടാത്തതെന്ന് പറയാൻ ഉല്ലാസ് ബാബു തയ്യാറാകണം. അല്ലാതെ അവിടെ ട്വിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ഭരണഘടനാ സ്ഥാപനമാണെന്നേ. ഇത് അർലേക്കർക്ക് നിങ്ങൾക്കല്ലേ അറിയാലോ, കുറച്ച് ദിവസത്തിനകത്ത് നിങ്ങളുടെ RSSന്റെ സ്വാധീനനായ ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ കൊണ്ടിരുത്തി മുൻ പ്രധാനമന്ത്രിമാരെയൊക്കെ അവഹേളിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഖജനാവിലെ പൈസ എടുത്താണ്. ഗുരുമൂർത്തിയെ സ്വീകരിച്ചോളൂ. ഗുരുമൂർത്തിയെ സ്വീകരിക്കാതിരിക്കേണ്ട ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, ഒരു RSSകാരനാണ് നമ്മുടെ അർലേക്കർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആര് വരണം ആര് പോണ്ട എന്ന് കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത്, അദ്ദേഹം തീരുമാനിക്കാം. പക്ഷേ ഞങ്ങളുടെ ഖജനാവിലെ പൈസ എടുത്ത് അവിടുത്തെ ചെടിക്ക് വെള്ളം കോരുന്നത് പോലും, രാജ്ഭവനിലെ മുറ്റം തൂക്കുന്നത് പോലും നമ്മുടെ ഖജനാവിലെ പൈസയാണ്. അൺക്വസ്റ്റ്യനബിളാണ്. നിയമസഭയിൽ പോലും ചോദിക്കാൻ പാടില്ല നമ്മുടെ രാജ്ഭവനിലെ ചെലവുകൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് രാഷ്ട്രപതി ഭവനിൽ അവിടെ ഭാരതാംബയുടെ മുമ്പിൽ പരിസ്ഥിതി ആഘോഷിക്കാത്തത്? അല്ലെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭവനിൽ എന്തുകൊണ്ടാണ് വയ്ക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മകൻ്റെ RSS പ്രചാരകൻ ഫുൾ ടൈമർ, അച്ഛൻ ഇവിടെ ഫുൾ ടൈമർ, മകൻ അവിടെ ഫുൾ ടൈമർ. ഇത് മതേതരത്വത്തിന് വെല്ലുവിളിയാണ്. അദ്ദേഹം ചെയ്യുന്നത് മതേതരത്വത്തിനുള്ള ചോദ്യമാണ്. ഒരു കാര്യം പറയാം, ഇത് നേരത്തെ ഉള്ള ഗവർണർ ഒളിഞ്ഞും പതുങ്ങിയും RSS വൽക്കരിച്ചെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ, RSS അല്ലല്ലോ വളർന്നു വന്നത്. ഇത് കേരളമാണ്. ഉല്ലാസ് ബാബു, നിങ്ങളുടെ ഗവർണറോട് പറഞ്ഞേക്കൂ, ഇത് ഗോവയല്ല, ഇത് മഹാരാഷ്ട്രയല്ല, ഇത് കേരളമാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെല്ലാം ചെയ്തോ, ഞങ്ങളെതിരല്ല. പക്ഷെ രാജ്ഭവൻ വേണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, കേരളത്തിലെ BJPക്ക് യഥാർത്ഥത്തിൽ ഉള്ളിലൊരു ചെറിയ ഒരു ആശയക്കുഴപ്പമില്ലേ? രാഷ്ട്രപതി ഭവനിൽ വെക്കാത്ത ഭാരതാംബ, പ്രദർശിപ്പിക്കാത്ത അഖണ്ഡ ഭാരത ഭൂപടം, പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കാത്ത അഖണ്ഡ ഭാരത ഭൂപടം, ഇതൊക്കെ ഗവർണർ ഇവിടെ നടത്തുമ്പോൾ ഇതല്ല കേരളത്തിലെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനും അറിയാം. അത് നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലാക്കുന്നില്ലേ? അത് അപർണയ്ക്ക് തെറ്റിദ്ധാരണാജനകമായി തോന്നിയതായിരിക്കും. ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഒരു കാര്യത്തിലും ഇല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഗവർണറുടെ അവിടെ എന്തുകൊണ്ട് ഭാരതാംബ വെച്ചു, അല്ലെങ്കിൽ ഭാരതാംബയെ പുഷ്പാർച്ചന വെക്കുന്ന പരിപാടി ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നു, രണ്ടാമത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ളത് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവറാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തിക്കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ ചോദ്യം. പിന്നെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന് അപർണ പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണ് കേട്ടോ. അപർണ പ്രധാനമന്ത്രി ഒരു സംശയമില്ലാതെ ഭാരതാംബയെ ഉയർത്തിപ്പിടിക്കുന്ന ആൾ തന്നെയാണ്, അത് ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ് എന്നുള്ള ബോധ്യം കൂടി അപർണയ്ക്ക് ഉണ്ടാകണം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മധ്യപ്രദേശ് വെക്കുകയോ അല്ലെങ്കിൽ അത് ചടങ്ങിൽ അദ്ദേഹം ഉള്ള ചടങ്ങിൽ അത് കൊണ്ടുവരികയോ ഒന്നും ചെയ്തതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ 11 വർഷവും അത്തരമൊരു കാഴ്ച കണ്ടിട്ടില്ല. അത് ഞാൻ ചിത്രം ഞാൻ അവിടെ അയച്ചു തരാം. അതായത് ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. മധ്യപ്രദേശിൽ കമൽനാഥ് എന്ന് പറഞ്ഞ ആളെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയാമെന്ന് തന്നെ വിശ്വാസം. കമൽനാഥ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തിരുന്നു. അങ്ങൊന്ന് അന്വേഷിച്ച് നോക്കൂ, അപ്പൊ അങ്ങേക്ക് അത് മനസ്സിലാകും. എന്താണെന്ന് തീരുമാനം എന്നറിയോ? വന്ദേ മാതര ഗാനം പാടി എല്ലാ മാസവും തുടങ്ങിയിരുന്ന ഒരു ശൈലി അവിടെ ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കി. കമൽനാഥ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ ഒരു ചരിത്രം, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അത് ചെയ്തതെന്ന് നേതാക്കന്മാരോട് സംസാരിച്ചു നോക്കിയാൽ കൊള്ളാം. നെഹ്റു ഭാരത് മാത ഇതേ ചിത്രവും ഇതേ ഭാരത് മാതാവിനെയും ബഹുമാനിച്ചുകൊണ്ട് സമൂഹത്തിനോട് പറഞ്ഞ വാക്കുകൾ അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. ഭാരത് മാത സങ്കല്പം എന്ന് പറയപ്പെടുന്നത് ജനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരത് മാതയ്ക്ക് ജയ് എന്ന് വിളിക്കുമ്പോൾ ജനങ്ങൾ വിജയിക്കട്ടെ എന്നുള്ളതാണ് അതിൽ പറയുന്നത് എന്ന് നെഹ്റു പറഞ്ഞതെ കുറിച്ച് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളാം. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹവും ഇത് ഒരു കാലഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമുക്ക് RSSനോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ RSS വിരോധവും നിങ്ങളുടെ BJP വിരോധവും ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഹീറോ 3ാം തവണയും അധികാരത്തിൽ പ്രതിപക്ഷ സംവിധാനത്തിലിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. നിങ്ങൾ ഇങ്ങനെ തുടർന്നുകൊള്ളുക, സമൂഹം നിങ്ങളെ തിരസ്കരിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കേണ്ടത്, ഭാരതമാത എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ സങ്കല്പം എന്നുള്ളതാക്കി നിങ്ങൾ അതിനെ മാറ്റണ്ട. നിങ്ങൾ ഞങ്ങളുടെ സങ്കല്പമാണ് എന്നുള്ളത്
നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ സങ്കല്പമാണ്. ഇത് സമൂഹത്തിന്റെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സങ്കല്പം തന്നെയാണ്. ഈ ഭാരതത്തെ വെട്ടിമുറിച്ച നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമായിട്ട് അതിനെ നിങ്ങൾ കാണേണ്ടതില്ല. ഭാരതമാതാവിനെ പൂജിച്ചതുകൊണ്ടോ ഭാരതമാതാവിനെ ബഹുമാനിച്ചതുകൊണ്ടോ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തിയോണ്ടോ ഭാരതമാതാവ് സങ്കല്പം അഖണ്ഡ ഭാരത സങ്കല്പത്തെ ബഹുമാനിച്ചതുകൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ഒരു പ്രയാസം ഇന്ന് നടന്നു കോൺഗ്രസുകാർക്കും അതിന് വിരോധമില്ല, വേറെ ആർക്കും വിരോധമില്ല. നിങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ത്രിവർണ്ണ പതാകയൊന്നും ത്രിവർണ്ണ പതാകയൊന്നും ഇതിലേക്ക് നിങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ത്രിവർണ്ണ പതാകയൊക്കെ ഭംഗിയായി ബഹുമാനിക്കുകയും ഭംഗിയായി അംഗീകരിക്കുകയും പരിപൂർണമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോകുന്ന പ്രസ്ഥാനം തന്നെയാണ് സംഘപരിവാറും ബി.ജെ.പിയും ഒക്കെ. നിങ്ങൾ ഇതിനൊരു ബദൽ വെച്ചിട്ട് ഇതും അങ്ങോട്ട് കന്നം കടിച്ച് തല്ലുകൂടി RSSനെയും BJPനെയും 4 ദിവസം ഒന്ന് ചീത്ത പറയാനുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ച് കളയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ വെറുതെ അത് വലിച്ചു കെട്ടി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അപർണ ഈ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിവേചനം ഉണ്ടാക്കി, മതപരമായിട്ടുള്ള ശൈലി ഉണ്ടാക്കി, വർഗീയവൽക്കരണം ഉണ്ടാക്കി 10 വോട്ട് നേടാനുള്ള സൂത്രപ്പണി തന്നെയാണെന്ന് ഇന്നലെ നടന്ന വിഷയം ബക്രീദുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം എന്താ? അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലേ? അപർണ എന്താണ് നിങ്ങൾ മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധിക്കുക, ദേശദ്രോഹം എന്ന് പറയുക, രാജ്യവിരുദ്ധത എന്ന് പറയുക, വിളക്ക് കൊളുത്തിയുള്ള പ്രതിഷേധം ആഹ്വാനം ചെയ്യുക, അതെന്താണ്? അല്ല, ഞങ്ങളാ മന്ത്രി ചെയ്ത പ്രവൃത്തിയോട് പരിപൂർണമായിട്ട് എതിർക്കുന്ന ആളാണെന്നേ. മന്ത്രി ഭാരതമാതാ സങ്കല്പത്തെ പരിപൂർണമായി എതിർത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മന്ത്രിയുടെ പ്രവൃത്തിയെ BJP പരിപൂർണമായി എതിർക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ മാതാവായി കണ്ട് വിശ്വസിച്ചു പോരുന്ന വലിയ സമൂഹത്തിനെ അദ്ദേഹം അവഹേളിക്കുന്നതോടൊപ്പം ആ ഭാരതത്തിനോടും അവഹേളിച്ചു എന്ന കൃത്യമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും അദ്ദേഹത്തിന്റെ നിലപാടിനോടും ഒക്കെ ഞങ്ങൾ എതിർപ്പ് കാണിക്കും. ഒരു സംശയവുമില്ല. അവർ അപ്പുറത്ത് എന്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അവർ ഇന്ന് പാർട്ടി വിളിച്ചപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി എന്നുള്ളത് ഞങ്ങളുടെ നീതി തന്നെയാണ്. ബാബു, അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞാൻ തിരികെ എത്താം. CPM നേതാവ് ശ്രീ എ സമ്പത്ത് നമുക്ക് പറഞ്ഞു. ശ്രീ എ സമ്പത്ത്, ഇത് ജനാധിപത്യ മര്യാദയാണ് CPI ഉയർത്തിപ്പിടിച്ചത്, മന്ത്രി P പ്രസാദ് ഉയർത്തിപ്പിടിച്ചത് എന്ന് കോൺഗ്രസ് അടക്കം പറയുന്നു. അതിൽ ഏതെങ്കിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നുമില്ല. ഇതിനകത്തുള്ള വിഷയം CPM ഇന്ന് പറഞ്ഞിരിക്കുന്നു CPIയുടെ നിലപാടാണ് ഞങ്ങൾക്കെന്ന് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗോവിന്ദൻ മാഷ് അത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഒന്നും പറയുന്നില്ല? ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് എടുത്തിരുന്ന പോലെയുള്ള ഒരു ശക്തമായ നിലപാട് ഇതിനകത്ത് എടുക്കുന്നില്ലല്ലോ എന്ന് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമുണ്ട്. ഇതിനകത്ത് CPIക്ക് ഈ വിഷയത്തിനകത്ത് എടുക്കാൻ കഴിയുന്ന ആ ദൃഢനിശ്ചയം, ഉറച്ച നിലപാട് CPMന് ഇല്ല എന്നുണ്ടോ? അപർണ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനായി എടുത്തതുകൊണ്ടും താങ്കളുടെ ഈ ചോദ്യത്തിനും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയുടേതായ പ്രസ്താവനയും കേരള സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയും അത് അന്നേ ദിവസം തന്നെ വന്നതാണ്. ഇന്നലെ അച്ചടിച്ചു വന്ന മാധ്യമങ്ങളിലും ഈ പറയുന്ന 2 പേരുടെയും, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസ്താവന ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPIയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തെ സംബന്ധിച്ച് എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും മിനിഞ്ഞാന്ന് മറ്റൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും പങ്കെടുത്തതുപോലെ ഞാൻ ഇന്ന് ന്യൂസ് 18ലും അത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള വിഷയം എന്നുള്ളത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏതെങ്കിലും ഗുസ്തിയെന്നോ വൈരമെന്നോ പോരാട്ടമെന്നോ ഉള്ള നിലയിലേക്കൊന്നും ആരും ധരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാനിതിന്റെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാനിതിന്റെ ഭരണഘടനാപരമായ വിഷയവും ഇതിന്റെ നിയമവും ഈ ചട്ടത്തിലും മാത്രം നിൽക്കാനായി ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നതിന് ലേശം വൈകിയത് അത് എന്റേതായ എന്തെങ്കിലും പോരായ്മയായി പ്രേക്ഷകരും ദയവായി തെറ്റിദ്ധരിക്കരുത്, അപർണയും അങ്ങനെ കരുതരുത്. നമ്മുടെ ഈ ടെലിവിഷൻ ക്രൂ ഇവിടേക്ക് എത്തിയപ്പോൾ അവർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അല്പസമയം വൈകിപ്പോയതാണ്. ഇവിടെ ഭാരതത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ചെല്ലാം പറയുകയാണ്. ഇതാണല്ലോ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം. ഇതാണല്ലോ. ഇത് വെളുത്ത് കാണുന്നതെല്ലാം തന്നെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്നത് പലപ്പോഴും ഈ നമ്മുടെ ഒരു കലണ്ടർ വർഷത്തിൽ കൂടുതൽ അങ്ങനെ, അതുകൊണ്ടാണ് ഈ വടക്കും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം.
നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ ഭൂപടം ഈ രാജ്യത്തെ ഈ രാഷ്ട്രത്തെ മാതൃഭൂമിയായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നുള്ളതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഗവർണർ ഇവിടെ രാജ്ഭവനിൽ ഇത്തരം ഒരു കാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. അപ്പോൾ അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചു, ഇപ്പോൾ ഇത് നടാടെയാണ്, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി പരിശോധിക്കുമ്പോൾ നന്നായിരിക്കും. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസാനത്തെ ഏതാണ്ട് 2 കൊല്ലക്കാലത്തോളം കേരളത്തിലെ LDF സർക്കാരുമായി കൊമ്പുകോർക്കാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവും. അങ്ങനെ കൊമ്പുകോർത്ത് അദ്ദേഹം നാട് വിട്ട് ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോകേണ്ടി വന്നുവെങ്കിലും കേരള ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നടക്കം നിരവധി തവണ കൊട്ടുകിട്ടിയ ഒരു ഭരണഘടനാ ചുമതല വഹിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. പഞ്ചാബിലെ ഗവർണറും ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറും ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറും തമിഴ്നാട്ടിലെ ഗവർണറും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പലതവണ തലയ്ക്ക് കിഴുക്ക് കിട്ടിയതാണ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്നുള്ളതുപോലെ തന്നെ അവരങ്ങനെ തുടരുകയും കേരളത്തിലെ ഗവർണർ എടുത്ത് വായിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയും ചെയ്തത് ഏതെങ്കിലും കാരണവശാൽ ഇത് ഏതെങ്കിലും ഹൈക്കോടതി ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ സംബന്ധിച്ചാണ് പരാമർശം നടത്തിയിരുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം കൊണ്ടാടുമായിരുന്നു. ഇനി കേരളത്തിലെ ഗവർണറോട് അദ്ദേഹത്തോട് ആദരവോടുകൂടി തന്നെ, ഭരണഘടനാ തലവനാണ്, ആദരവോടുകൂടി തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ചിത്രം ആരാണ് വരച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ആരംഭകാലത്ത് അത്തരത്തിൽ അപരീന്ദ്രനാഥ ടാഗോർ അങ്ങനെ രചിച്ചതായിട്ടുള്ള ഈ ചിത്രം നമ്മൾ ഭാരതാംബയുടെ ചിത്രം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മുടെയും പലരുടെയും വീടുകളിൽ ഈ ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ അത് ഒരു ഭാരതാംബയുടെ ചിത്രം. ഇനിയോ ഇതും മറ്റൊരു ഭാരതാംബയുടെ ചിത്രം, ഇതും ഭാരതാംബയുടെ മറ്റൊരു ചിത്രം അല്ലേ? ശരി, ഞാൻ ആദ്യം കാണിച്ച ചിത്രം എന്നത് ഇന്ത്യ ഒരു അമൂർത്തമായ സങ്കല്പം മാത്രമായിരിക്കുകയും രാഷ്ട്രീയമായി ഏകീകരിക്കപ്പെട്ട് നിരവധി നാട്ടുരാജ്യങ്ങൾ പരസ്പരം മത്സരിച്ച് പോരടിച്ച് ആ വിധത്തിൽ രാജാക്കന്മാരുടെ ഇളമുപ്പ് തർക്കങ്ങളെല്ലാം ഒരു 300 കൊല്ലക്കാലത്തോളം വൈദേശിക ആധിപത്യത്തിന് കീഴിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് അവിടെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം അത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്ന് അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയത്. ഈ കാണുന്നതിലെ മഹാരഥന്മാരുടെ ചിത്രത്തിന്റെ നടുക്കും ഒരു ഭാരതാംബയുടേതായ ചിത്രമുണ്ട്. ഇതും ഒരു ഭാരതാംബയുടെ ചിത്രമാണ്. തീരുന്നില്ല, നിരവധി ഭാരതാംബമാരുടെ ചിത്രങ്ങൾക്കിടയിൽ തന്നെ ഈ ചിത്രം കൂടി അപർണയും നമ്മുടെ പ്രേക്ഷകരും ഒന്ന് കാണണം. ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ ആദ്യം കാണുന്നത് അത് ബ്രിട്ടാനിക്ക എന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷ് മഹാറാണിയെ അത്തരത്തിൽ ദേവതയായി പ്രകീർത്തിച്ചുകൊണ്ട് അക്കാലത്ത് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതായ ചിത്രമാണ് ഇത് ഇപ്പോൾ RSSന്റെ ശാഖകളിൽ ബൈഠക്കുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. അഖണ്ഡ ഭാരതത്തെക്കുറിച്ചെല്ലാം ഒരുപാട് പരാമർശിക്കുമ്പോൾ തന്നെ ഒരു കാര്യം അറിയേണ്ടത് 1929ലും 1931ലും ഇന്നത്തെ RSSന്റെ ആദിമരൂപമായിരുന്ന, അങ്ങനെയാണല്ലോ ഈ തറയിലിഴയുന്ന അണലി പിന്നീട് അതിന്റെ പടം പൊഴിച്ചത് മുറ്റിക്കഴിയുമ്പോൾ അത് മരത്തിലേക്ക് കയറി കൊമ്പേറിയാകുന്നത് പോലെ രാഷ്ട്രീയാധികാരം കിട്ടുമ്പോൾ RSS BJP ആകുന്നത് പോലെ RSSലേക്ക് ഹിന്ദു മഹാസഭയുടെ വളർച്ച എന്നുള്ളത് എങ്ങനെ ആ മുസ്ലിം ലീഗുമായി നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും അന്നത്തെ അവിഭക്ത ബംഗാളിലും സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹിന്ദു മഹാസഭ നിലപാടെടുക്കുകയും സർക്കാരുണ്ടാക്കി മുന്നണി ഭരണം നടത്തുകയും ആ ഭരണത്തെ സവർക്കറടക്കം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു എന്നതും ആ സവർക്കറിന്റെ ചിത്രത്തിന് മുന്നിലാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയി വിളക്ക് കൊളുത്താനായി പോയത് എന്നുള്ളതും മറ്റൊരു കാര്യം. ഇനി വേറൊന്ന്, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആക്ട് ഉണ്ട്, ഇന്ത്യയുടെ നാഷണൽ എംബ്ലംസുമായി ബന്ധപ്പെട്ട ആക്ട് ഉണ്ട്. തീരുന്നില്ല, ഇന്ത്യയുടെ ദേശീയ ഭൂപടത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഇന്നലെ ഗവർണർ രാജ്ഭവനിൽ അദ്ദേഹത്തിന് അങ്ങനെ അവിടെ ഏത് ചിത്രവും വയ്ക്കാം. അദ്ദേഹത്തിന്റെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, എന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, ഇവരുടെ പലരുടെയും വീട്ടിൽ വെച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, സ്വന്തം അമ്മയുടെ ചിത്രം വയ്ക്കാം, അതൊക്കെ വയ്ക്കാം. വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഒരാളുടെ വീട്ടിലേക്ക് അത്തരത്തിൽ ഔദ്യോഗിക വസതിയായാൽ പോലും അവരുടെ പ്രാർത്ഥനാ മുറിയിലോ അവരുടെ കിടപ്പ് മുറിയിലോ അതല്ല അവരുടേതായിട്ടുള്ള വ്യക്തിപരമായി അവർ ക്രയവിക്രയം ചെയ്യുന്ന ഒരു മുറിയിലോ അത്തരം കാര്യങ്ങൾ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വി ഷുഡ് നോട്ട് ബി എ പീപ്പിംഗ് ടോം. അങ്ങനെ അവരുടെ കുളിമുറിയിലേക്കൊന്നും എത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു പൊതുചടങ്ങ് എന്നുള്ള നിലയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിരിക്കുമ്പോഴും പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ നടത്തിയിട്ടുണ്ട്. ബന്ധം നല്ലതല്ലാതിരുന്നപ്പോഴും ആ പരിസ്ഥിതി ദിനാചരണം നടത്തിയിട്ടുണ്ട്. ഫലവൃക്ഷ തൈകളുടേതായിട്ടുള്ള വിതരണം നടത്തിയത്. ഇവിടെ എന്താണ്
ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അങ്ങ് നിർത്തി ഈ കാര്യത്തിൽ പറയാം. ഈ പരിപാടി അവിടെ നടത്താനായി അത്തരത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇത് രാജ്ഭവനിൽ നിന്ന് അയച്ചു തന്ന മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ്. ഓപ്പൺ ഡോക്യുമെന്റ് ആണ്, മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ്. ഇത് ഇപ്പോൾ അപർണയുടെ കയ്യിലും ഉണ്ടാവും. ഇതിൽ പറയുകയാണ് 5/6/2015 11 മണി കേരള രാജ്ഭവൻ, 11 മണി നാഷണൽ ആന്തം, 11:01 പ്രയർ പ്രാർത്ഥന, 11:05 വെൽക്കം അഡ്രസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷി വകുപ്പ്, 11:10 ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ കൃഷി വകുപ്പ്, 11:15 കീനോട്ട് അഡ്രസ് സ്ഥലം MLA അഡ്വക്കേറ്റ് പി പ്രശാന്ത്, 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ പ്രസംഗം പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി, 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റിന്റെ അഡ്രസ് ആരാ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓണറബിൾ ഗവർണർ ഓഫ് കേരള, 12 മണിക്ക് നാഷണൽ ആന്തം, പ്ലാന്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് അറ്റ് രാജ്ഭവൻ ക്യാമ്പസ്. ഇതാണ് രാജ്ഭവൻ എന്ന് മാത്രമല്ല അപർണയും നമ്മുടെ ചങ്ങാതിമാർ മനസ്സിലാക്കാനുള്ളത്, രാജ്ഭവനിൽ നിന്ന് മന്ത്രി ഓഫീസിലേക്ക് ഇങ്ങനെ കൊടുത്തതിനകത്ത് പറയുകയാണ് ഡീവിയേഷൻ ഫ്രം ദ എബോവ് പ്രോഗ്രാം ഷാൽ നോട്ട് ബി അലൗഡ്. എങ്ങനെ ഇതിൽ യാതൊരു വ്യത്യാസവും വരുത്താനായി അനുവദിക്കില്ല എന്ന്. ഇത് പകലയച്ചതാണ്. നേരെ മിനിറ്റ് കഴിയുമ്പോൾ ഇഴജന്തുക്കൾ പുറത്തിറങ്ങുകയും ചെന്നായും കുറുക്കനുമെല്ലാം പുറത്തിറങ്ങുകയും അത്തരത്തിൽ കടവാവലുകളെല്ലാം പറക്കുകയും ചെയ്യുമ്പോൾ രാജ്ഭവനിൽ നിന്ന് അടുത്തതായ ഇൻഡാസ് പോവുകയാണ്. ഇത് രണ്ടാമത്തെ മിനിറ്റ് മിനിറ്റ് പ്രോഗ്രാമാണ്. ഈ മിനിറ്റ് പ്രോഗ്രാമിൽ 11 മണിക്ക് ദേശീയ ഗാനം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോഡസ് ഭാരതാംബ. അത് കൊള്ളാം. ഈ ലോഡെന്നും ലോഡസ് എന്നും അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നൊന്നും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇല്ല. അതും കൂടി ആലോചിക്കണം. എവിടെയാണ് മനസ്സ്? സ്റ്റിൽ ക്ലിങ്ങിങ് ടു ദ കൊളോണിയൽ ബാഗേജസ് എന്നുള്ളതും ആ കാലത്തെ ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ അവശിഷ്ടങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് വന്നതാണ്. പിന്നെ താഴോട്ടെല്ലാം വന്ന് വെൽക്കം അഡ്രസ്, ഇൻട്രഡക്ഷൻ, മറ്റു കാര്യം തീരുന്നില്ല. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഈ പരിസ്ഥിതി ദിനാചരണമെല്ലാം നടത്തുമ്പോൾ കേരളത്തിൻ്റെതായ നമ്മുടേതായ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു കൃഷിക്കാരന്റെ പ്രതിനിധിയെയും ഒരു കർഷക തൊഴിലാളിയുടെ പ്രതിനിധിയെയും അവിടെ നമ്മൾ വേദിയിലിരുത്തും. നമ്മൾ മണ്ണിനെ ആരാധിക്കുന്നു എന്നത്, നമ്മൾ കൃഷിയെ നമ്മുടെ തൊഴിലാണ്, നമ്മുടെ അന്നമാണ്, നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തം ആ കൃഷിക്കാരുടെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും എല്ലാം ഫലമാണ്. ആ ചോര വിയർപ്പായതുകൊണ്ടാണ്. കർഷകന്റെ കയ്യിൽ ചേറ് പുരളുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ചോറ് പുരളുന്നത് എന്നെല്ലാവരും ഓർക്കണം. ആ കർഷകനെയും കർഷക തൊഴിലാളിയെയും വേദിയിലിരുത്താൻ പോലും രാജ്ഭവൻ അനുവദിച്ചില്ല എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പ്രതിമാസ പെൻഷൻ കൊടുത്ത VK നായനാരുടെ നാട്ടിൽ ആ പെൻഷനെ സംബന്ധിച്ച് ആരൊക്കെ ഇനി എന്തൊക്കെ തർക്കങ്ങൾ ഉന്നയിച്ചാലും 1600 രൂപയിലേക്ക് പ്രതിമാസം എത്തിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഈ കർഷകനെയും കർഷക തൊഴിലാളിയെയും ഡയസിലിരുത്താൻ പോലും അനുവദിക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം, ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നിയമവിരുദ്ധമല്ലാതെ എന്ത് കാര്യവും അവരുടെ സ്വകാര്യതകളിലാകാം. എന്നാൽ ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്നവർ ആ തരത്തിലുള്ള അതിന്റെ മാന്യതയും ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിക്കണം. അധികാരങ്ങൾ കൂടുമ്പോൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ കുറയും. സ്ഥാപനം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വഹിക്കുന്നവർ ആ മര്യാദ പാലിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്ക് ഞാൻ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുമ്പോൾ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നതുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു 3 പോയിന്റ് മാത്രമായിട്ട് അങ്ങോട്ട് വരാം. ഇന്ത്യയിലെ ഫ്ലാഗ് ആക്ട് നിങ്ങൾക്ക് ബാധകമല്ല, ദേശീയ ഭൂപടം തെറ്റായി പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബാധകമല്ല, രാജ്ഭവനിൽ നിന്ന് 1 മിനിറ്റ് ആദ്യം കൊടുക്കുക, 2ാമത്തെ മിനിറ്റ് പിന്നെ കൊടുക്കുക, അത് വിഷയമല്ല. കർഷകരെ വേദിയിൽ ഇരുത്താതെ പരിസ്ഥിതി ദിനത്തിൽ അതിന് അനുമതി നൽകാതിരിക്കുക, അത് ഒരു വിഷയമല്ല. ഇതൊന്നും വിഷയമല്ല. കാവിക്കൊടിയേന്തി സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തേതല്ലാത്ത ഒരു ഭാരതാംബ ഉണ്ടാക്കി, അഖണ്ഡ ഭാരത ഭൂപടം ഉണ്ടാക്കി, അത് അംഗീകരിക്കാൻ കഴിയാത്തവരൊക്കെ നിങ്ങൾക്ക് ദേശവിരുദ്ധരാണ്. ഇതാണ് ആകത്തുക. അപർണ, ഫ്ലാഗ് ആക്ട് 2002 ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ മുൻപ് 1950 ഇത് ത്രിവർണ്ണ പതാക നിശ്ചയിക്കുന്നതിന് മുമ്പും അംഗീകരിക്കുന്നതിന് മുമ്പും അതിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പും 1925 അതൊക്കെ മുൻപും ഒക്കെ ഇവിടെ പതാകകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാവ്യ പതാകകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ ത്രിവർണ്ണ പതാകയെ കൊണ്ടുവന്ന് ഇതിലേക്ക് എങ്ങനെങ്കിലും കുത്തിക്കയറ്റി പ്രയാസം ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണ്ടെന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഫ്ലാഗിനെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇപ്പോൾ ജീവിക്കുന്നത് NDA സർക്കാരിന്റെ ഭരണകാലത്താണല്ലോ.
സിന്ധ് ഭരണകാലത്തൊന്നും അല്ലല്ലോ. ഈ പഴയ കാലത്ത് പോയി ഇതൊക്കെയാണ് ഇപ്പോഴും നടപ്പാക്കേണ്ടതും അംഗീകരിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഞാൻ നിങ്ങൾ ചോദിച്ച 4 ചോദ്യങ്ങൾ, ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ശരി ശരി അത് പറഞ്ഞോളൂ. കഴിഞ്ഞതിന് ശേഷം കൂടെ ചോദിച്ചോ. ശരി. ഒരു മോശമാണെന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കയറി നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളൊരു കാര്യത്തിന്റെ കണ്ടിന്യൂറ്റി പോവില്ലേ? ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോലും സമയമുണ്ടല്ലോ, നമ്മൾ മറുപടി പറയാന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചു, എന്താ രണ്ടാമത്തെ കാര്യം ചോദിച്ചാൽ ഞാൻ മറന്നത്. നിങ്ങൾ ദേശീയ ഭൂപടം തെറ്റായി പ്രചരിപ്പിക്കുന്നതിലെ അഖണ്ഡ ഭാരത സങ്കല്പത്തെ തെറ്റായി പ്രചരിപ്പിച്ചു എന്ന് നിങ്ങൾ വരുത്തണ്ട. അഖണ്ഡ ഭാരത സങ്കല്പം പരിപൂർണമായി തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അതിലൊരു തെറ്റുമില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. അതിൽ തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്നുള്ള ആ കാര്യം ആദ്യം പറഞ്ഞത് തന്നെ. നിങ്ങൾ ചർച്ച എനിക്ക് നിങ്ങൾ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ ചോദിച്ച 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടയിൽ അഖണ്ഡ ഭാരത്. ശരി, എന്നാ നിങ്ങൾ മുഴുവൻ പറയും, അതിനുശേഷം ഞാൻ ചോദിക്കാം. എനിക്ക് അഖണ്ഡ ഭാരത് വേണ്ടെന്നേ. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഓക്കെ, ശരി. അഡ്വക്കേറ്റ് മഞ്ചവെളാകം ജയൻ, അദ്ദേഹം അഖണ്ഡ ഭാരത ഭൂപടമായിട്ട് ബന്ധപ്പെട്ട് അതാണ് അംഗീകരിക്കുന്നതെന്ന് പറയുന്നു. അതാണോ ദേശീയ ഭൂപടമാണോ അംഗീകരിക്കുന്നത്? ഏതെങ്കിലും ഒന്നാണല്ലോ അംഗീകരിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് അംഗീകരിക്കുക എന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ആ ചോദിച്ചത്. അഡ്വക്കേറ്റ് മഞ്ചവെളാകം ജയൻ, ഇതിനകത്ത് CPM എടുത്തിരിക്കുന്ന നിലപാട്, അത് CPM തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ നിലപാടിൽ വ്യത്യാസമില്ല. ഇത് നേരത്തെ തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വ്യക്തമാക്കിയതാണ് എന്ന് അഡ്വക്കേറ്റ് ശ്രീ എ സമ്പത്ത് പറയുന്നു. അത് മുഖ്യമന്ത്രി പറയണം എന്നുള്ളതിന് ആ ഒരു നിർബന്ധ ബുദ്ധി കോൺഗ്രസ് കാണിക്കുന്നത് ഈ വിഷയം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണോ? പരിസ്ഥിതി ദിനാഘോഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഈ വിമർശിക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് സവർക്കറുടെ ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളെ വീണ്ടും എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് ഈ BJP പ്രതിനിധി ഉല്ലാസ് ബാബു ഈ ഡിബേറ്റിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ആങ്കർ ചോദിക്കുന്ന ചോദ്യം, അപർണ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയാൻ തയ്യാറല്ല. കാരണം ഇവിടെ തുടക്കം മുതൽ പുള്ളി ട്വിസ്റ്റ് ചെയ്താണ് ഉത്തരം പറഞ്ഞത്. ആദ്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പും ഇപ്പോൾ ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്നൊരു മലയാള ചൊല്ലുണ്ട്. അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. തുടക്കം തൊട്ടേ നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ മേധാവിയാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഭാരത മാതാവിനെ അവിടെ രാജ്ഭവനിൽ വെക്കുന്നതിനോ ഭദ്രദീപം കൊളുത്തുന്നതിനോ പുഷ്പാർച്ചന നടത്തുന്നതിനോ പുഷ്പാഭിഷേകം നടത്തുന്നതൊന്നും ഞങ്ങളെതിരല്ല. കാവി പിടിക്കുന്ന ഭാരത മാതാവ് അത് രാജ്ഭവനിൽ വേണ്ട, ഞങ്ങളുടെ ഖജനാവിലെ പൈസ എടുത്താണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മമതാ ബാനർജി പശ്ചിമ ബംഗാൾ ഇതുപോലെ പരിപാടി വന്നപ്പോൾ ചീഫ് സെക്രട്ടറി വിളിച്ച് പ്രോട്ടോകോൾ ഓഫീസർ വിളിച്ച് ഖജനാവിലെ പൈസ എടുത്ത് നടത്താനുള്ളതല്ല എന്ന് പറഞ്ഞതും ഇന്ത്യയിലാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നില്ല. അതുകൊണ്ട് കിറ്റ് ഇതായാലും BJP പ്രതിനിധി കാണിച്ചത് 100% തെറ്റാണ്. ഒരു ചർച്ചയ്ക്ക് വന്നിരുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോൾ എങ്കിൽ ചർച്ചയ്ക്ക് വരാതിരിക്കണമായിരുന്നു. ഇത്രയും വലിയൊരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. അഡ്വക്കേറ്റ് മഞ്ചവെളാകം ജയൻ, സംസ്ഥാന BJP സംബന്ധിച്ചോളം ഈ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനു മുൻപ് എടുക്കുന്ന നിലപാട് കൂടിയാണ്. സംസ്ഥാന BJP സംബന്ധിച്ചിടത്തോളം ഗവർണർ ആർലേക്കർ സ്വീകരിക്കുന്ന ആ കടുത്ത നിലപാടുമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേർന്ന് പോകാൻ സംസ്ഥാന BJPക്ക് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളമാണ്, അതുകൂടി ആകുമോ കാരണം? അല്ല, യോജിച്ചു പോകാൻ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം കടുത്ത RSSകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല. അദ്ദേഹം പല പാർട്ടികൾ ചാടി വന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ABVPയുടെ ഫുൾ ടൈം പ്രവർത്തകനാണ്. അവർ ABVPയുടെ പ്രചാരകൻ എന്ന ഫുൾ ടൈമറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും അതാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉല്ലാസ് ബാബു വേറെ കാര്യം പറഞ്ഞിട്ടു, 1,45,000 വാക്കുകൾ ഭരണഘടനയിലുണ്ട്. അതിലെവിടെയെങ്കിലും പറയുന്നുണ്ടോ
ഭാരത് മാതാവ് ഭരണഘടനയുടെ ഭാഗമാണെന്ന്? അവിടെയാണ് നമ്മുടെ ചോദ്യം. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ കിടക്കുകയാണ്. ഇവിടെ CPM-ൻ്റെ പ്രതിനിധി ശ്രീ സമ്പത്ത് ചർച്ച തുടങ്ങിയത് പാർട്ടി സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടെന്നാണ്. അതല്ല ചോദ്യം അപർണ ചോദിച്ചത്. അതായത് ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ഇത് പാർട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല കേരളത്തിൽ ഇപ്പോൾ സംഭവമുള്ളത്. BJP-യും CPM തമ്മിലല്ല, BJP-യും CPM തമ്മിലല്ല. ഇവിടെ ഭരണഘടനാ തലവൻ ചെയ്തൊരു വിഷയം, ഭരണഘടനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട തലവൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വേണ്ടി വരുമ്പോഴൊക്കെ വൈകുന്നേരം പത്രക്കാരെ വിളിച്ചു കൂട്ടി 1 മണിക്കൂർ സംസാരിച്ച് 10 മിനിറ്റ് സമയം പത്രക്കാർക്ക് കൊടുത്ത് സമയം തികഞ്ഞു എന്ന് പറഞ്ഞു പോകുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ മിണ്ടാട്ടമില്ല, അനങ്ങിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു, CPM ആവശ്യപ്പെട്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ആവശ്യപ്പെടേണ്ടത്? പല പ്രാവശ്യവും തിരിച്ചു വിളിക്കണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല, മിണ്ടാട്ടമില്ല, മിണ്ടുകയില്ല. നെക്സസ് ബിറ്റ്വീൻ ഈ BJP-യും CPM തമ്മിലുള്ളതാണ്. ഞാൻ സർക്കാരാണോ നിലപാട് പറയേണ്ടത്? അല്ലല്ല, CPM അല്ല നിലപാട് ഈ കാര്യത്തിൽ. കാരണം ഇത് കേരളം, അതാണ് ഞാൻ മമതാ ബാനർജിയുടെ വിഷയം പറഞ്ഞത്. അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് അല്ല പറഞ്ഞത്. ഇത് ഖജനാവിലെ പൈസയാണെന്നേ. ഖജനാവിലെ പൈസയ്ക്ക് എടുത്താണ് ഭാരത മാതാവിന് കാവിക്കൊടി കെട്ടിയത്. അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പറയത്തില്ല. കാരണം കേരള ഹൗസിൽ കാപ്പി കുടിക്കുന്നത് നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി കേരളത്തിലെ ഗവർണർ കാപ്പി കുടിക്കാനുള്ള അവസരമുണ്ട്. ദർ ഇസ് എ നെക്സസ്. അവിടെയാണ് ഒരു അന്തർധാര. ലാവലും കേസ് വരെ കിടക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മിണ്ടൂല എന്ന് അതിന് മറുപടി ശ്രീ സമ്പത്ത് പറയണം. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ? അതാണ് കോൺഗ്രസ് ആവശ്യം. അത് പറഞ്ഞേ പറ്റൂ. അതൊന്ന്. 2, അദ്ദേഹം വേറൊരു വിഷയം കൂടി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു പോയി. പ്രതിപക്ഷ നേതാവ് ഒരു സെമിനാറിൽ പങ്കെടുത്ത് ദീപം തെളിച്ചു. ഞാൻ അതിന് പറയാം. അതായത് അവിടെ ഒരു വിഷയമുണ്ട്, ഹിന്ദുത്വവാദവും കേരളം എന്നതിനെക്കുറിച്ച് സെമിനാർ നടത്തി. അവിടെ എല്ലാ പാർട്ടിക്കാരും, CPM-കാരെയും കോൺഗ്രസ്സുകാരെയും BJP-കാരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. ഓപ്പോസിഷൻ ലീഡർ VD സതീശൻ റെപ്രസെൻറ്റിംഗ് കോൺഗ്രസ് പാർട്ടി ആ പരിപാടിയിൽ പോയപ്പോൾ മാധ്യമപ്രവർത്തകനായ VD രാജൻ വിളക്കൊളുത്താൻ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സെമിനാറിന് പോകുമ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ വിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ അതെന്തായിരിക്കും ഇവിടുത്തെ ചർച്ച? അദ്ദേഹം വിളക്ക് കൊളുത്തി. കാരണം എന്താ? വിളക്ക് കൊളുത്തിയത് അദ്ദേഹം പറഞ്ഞത് വിളക്ക് വെളിച്ചമാണ്, അതുകൊണ്ട് കൊളുത്തിയതാ. അല്ല, പരിപാടിക്ക് അവിടെ കുറിച്ച് RSSകാരെ കുറിച്ചോ അല്ലെങ്കിൽ സംഘപരിവാറിനെ കുറിച്ചോ സംസാരിക്കാൻ പോയതല്ല. അദ്ദേഹം പോയത് പാർട്ടി റെപ്രസെന്റ് ചെയ്യാൻ. അതിനുള്ള ഉത്തരം താങ്കൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ശ്രീ സമ്പത്ത്, CPM ആണോ സർക്കാരാണോ ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടത് എന്നൊരു ചോദ്യമാണല്ലോ. ഇത് പാർട്ടിയാണോ പറയേണ്ടത്? അതൊരു ഭരണഘടനാ സ്ഥാപനത്തിന് തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയാണോ? സർക്കാരാണോ നിലപാട് പറയേണ്ടത് എന്നുള്ളൊരു വിഷയമില്ലേ? ബംഗാളിൽ മമതാ ബാനർജിയൊക്കെ എടുത്ത പോലത്തെയുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് സ്വാഭാവികമല്ലേ? അപർണ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്ന എൻ്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് മഞ്ചവിളാകൻ ജയൻ, അഡ്വക്കേറ്റാണല്ലോ. ഞാനും തൊഴിൽ കൊണ്ട് അഭിഭാഷകനാണ്. 1987 മുതൽ ഞാൻ അഭിഭാഷകനാണ്. കുറച്ചുകൂടി ഒരു രാഷ്ട്രീയമായ ചരിത്രവും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായ ചില കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുന്നതും പറയുന്നതും നന്നായിരിക്കും എന്നത് എൻ്റെ വിനീതമായ അഭിപ്രായം. അഭിഭാഷകർ ഞങ്ങൾ എത്ര വാശിയോടുകൂടി ഞങ്ങൾ കോടതി മുറികളിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചാലും, ഇപ്പോൾ ചാനലിൽ ചർച്ചകളിൽ വന്നിരുന്നാലും ഞാൻ ആരെയും ആക്ഷേപിക്കാനൊന്നുമില്ല. മൈ ലേണഡ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പറയുകയാണ്. ഈ ഗവർണർമാരെ വിരുന്നിന് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തയും, അത് ഇന്നലെയും ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഇങ്ങനെ പറയുകയുണ്ടായി. ബന്ധപ്പെട്ട ഗവർണർമാരുടെ രാജ്ഭവനിൽ നിന്ന് തന്നെ അത് നിഷേധിച്ച് വാർത്ത, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിന്റെ മാത്രമല്ല മറ്റ് ഗവർണർമാരുടെ ഇടയിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വാർത്താക്കുറിപ്പ് വന്നിരുന്നാലും നിർഭാഗ്യകരമായ കാര്യമെന്നുള്ളത് നമ്മുടെ പല കോൺഗ്രസ് ചങ്ങാതിമാരും 2025 ആണ്ട് ഏപ്രിൽ മാസം 27 ശേഷം റിപ്വാൻ വിങ്കിൾ ഉറങ്ങി എഴുന്നേക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരിപ്പോഴും എഴുന്നേറ്റിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ P. പ്രസാദ്, സഖാവ് പ്രസാദ് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയാണ്.
കേരളത്തിന്റെ കൃഷിവകുപ്പ് മന്ത്രി, ഈ ക്യാബിനറ്റിലെ കൃഷിവകുപ്പ് മന്ത്രി, കൂട്ടുത്തരവാദിത്വമുള്ള കേരളത്തിലെ LDF സർക്കാരിലെ കൃഷിവകുപ്പ് മന്ത്രി രാജ്ഭവനോട് അഭ്യർത്ഥിച്ച് രാജ്ഭവൻ അംഗീകരിച്ച് നൽകിയത്, രാജ്ഭവൻ മാറ്റിയത്, അതിൽ അദ്ദേഹം തന്നെ ഇതിനെ സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിച്ചത്, അങ്ങനെ അത് മാറ്റേണ്ടി വന്നത്, ദർബാർ ഹാളിലേക്ക് ഇത് മാറ്റി ഭംഗിയായ പരിപാടി അവിടെ നടത്തി. അപ്പോഴും കേരളത്തിലെ ഒരു മാധ്യമം, ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് പറ്റിപ്പോയ അപകടമെന്നുള്ളത് ആ രാജ്ഭവനിൽ അവർ പെട്ടു എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ അവർ പെട്ടു ആ കാര്യത്തിൽ. ഇപ്പോ കോൺഗ്രസ് ചോദിക്കുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് കോൺഗ്രസിന് എന്തോ അസ്ക്യത ഉണ്ട് എങ്കിൽ അസ്ക്യതയിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തട്ടെ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പൊ വീണ്ടും ഉണ്ടാവുമല്ലോ. മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാമല്ലോ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്തോ. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ് കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. ഇനി സ്വന്തം വീട്ടിലെ ഗൃഹനാഥൻ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആർക്കെങ്കിലും അയലത്ത് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുമെങ്കിൽ അത് മഞ്ചവിളാകം ചെയ്യാൻ അങ്ങനെ തന്നെ മനസ്സിലായിക്കോട്ടെ. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, കോൺഗ്രസുമായി ഏതെങ്കിലും ഒരു തർക്കത്തിനല്ല, തർക്കുത്തരത്തിനുമല്ല, നമ്മൾ ഉദ്ദണ്ഡനും പട്ടതിരിയും തമ്മിലുള്ള ഒരു വാദപ്രതിവാദമായി ഇത് മാറണ്ട. BJPയുടെ ചില ചങ്ങാതിമാർ പറഞ്ഞിട്ടതെല്ലാം പോകുമ്പോൾ അഖണ്ഡ ഭാരതം എന്നെല്ലാം പറയണം. ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിന് മറുപടി ഒന്നും വന്നില്ല അവിടെ നിന്ന്. 1939, 1943 നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് ഹിന്ദു മഹാസഭ, അവിടെ സർദാർ ഔറംഗസേബ് ഖാൻ മുസ്ലിം ലീഗിന്റെ നേതാവുമായി ചേർന്ന് അവര് അധികാരം പങ്കിട്ടു. അവിഭക്ത ബംഗാളിൽ ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗുമായി ചേർന്ന് അധികാരം പങ്കിട്ടു. ആ സവർക്കർ ഇതിനെ സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തിയതിനെ വല്ലാതെ ന്യായീകരിക്കാനായി കോൺഗ്രസിന്റെ ചങ്ങാതി ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ BJPക്ക് വേണ്ടി തന്നെ അദ്ദേഹം അങ്ങ് ഈ കാര്യത്തിൽ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്താൽ പോരെ. നമ്മൾ വക്കീലന്മാര് വക്കാലത്ത് ഈ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഹിന്ദു മഹാസഭ വഹിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ അഖണ്ഡ ഭാരതത്തെ കുറിച്ചെല്ലാം അവർ നാറ്റോ ഒറ്റ സെക്കൻഡ് നാറ്റോയുടെ ഭൂപടത്തിൽ ഇന്ത്യ എങ്ങനെയാണ് വികലമാക്കിയിട്ടുള്ളത്? നാറ്റോ സഖ്യശക്തികളുമായി ഇന്ത്യക്കുള്ള ബന്ധം പറയുമ്പോഴും നാറ്റോയുടെ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂപടം വികലമായിട്ടാണോ? ആണല്ലോ. ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ ഭൂപടത്തെ വികലമാക്കിയിട്ടല്ലേ കാട്ടിയിട്ടുള്ളത്. ആ രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടേതായിട്ടുള്ള ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ സൗഹാർദ്ദ പ്രതിനിധി സംഘം അങ്ങോട്ടേക്ക് പോയല്ലോ. ഞാൻ നിർത്തുന്നതിന് പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ ശ്രീമതി കനിമൊഴിയെ, ആദരണീയായ പാർലമെന്റ് അംഗം കനിമൊഴിയെ ഞാൻ ആദരിച്ചുകൊണ്ട് പറയട്ടെ, സ്പെയിനിൽ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു വാട്ട് ഈസ് ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്ന്. കവി കൂടിയായ കനിമൊഴി പറഞ്ഞൊരു വാചകമുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈസ് ദ നാഷണൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. നാനാത്വത്തിലെ ഏകത്വമാണ് ഞങ്ങളുടെ ദേശീയ ഭാഷ. പഠിക്കണം ആ മാന്യ വനിതയിൽ നിന്ന് നമ്മുടെ RSSകാരും BJPക്കാരും. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ടെന്ന് കരുതുന്നില്ല. എങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ച് അഡ്വക്കേറ്റ് മഞ്ചവിളാകം ചെയ്യാൻ നമുക്ക് അവസാനിപ്പിക്കാം. ചുരുക്കം അല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ആ കാര്യത്തിൽ നമ്മൾ തുല്യരാണ്. നമുക്ക് അഖണ്ഡ ഭാരതത്തോട് നമ്മൾ അതിന് യോജിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വിഷയം, ഇന്നിവിടെ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കോൺഗ്രസ് CPM തമ്മിലുള്ള വിഷയമല്ല. ഇവിടെ രാഷ്ട്രപതി ഭവനിൽ ചെയ്യാത്തൊരു കാര്യം കേരള രാജ്ഭവനിൽ ചെയ്യുന്നത് ശരിയാണോ? അത് തെറ്റാണ് എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അത് തെറ്റാണ് എന്ന് കേരള ജനതയോട് പറയാത്തതെന്ത്? ഇപ്പോൾ ഉല്ലാസ് ബാബു പോയി, BJPക്കാരോട് ഇനി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, BJP പ്രതിനിധി ഉത്തരം പറയാനില്ല. അത് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ കോൺഗ്രസ് അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പോയി പരിസ്ഥിതി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അങ്ങേറ്റം അർഹിക്കുന്നതാണ്. പക്ഷേ അതുപോലെ CPI ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ. CPMൻ്റെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിയോ അഖിലേന്ത്യാ സെക്രട്ടറിയോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPMോ എന്തുകൊണ്ട് രാഷ്ട്രപതിയെ തിരിച്ചു നമ്മുടെ രാജ്ഭവൻ എനിക്ക് തോന്നുന്നു ഇനിയുള്ള മണിക്കൂറുകൾ കൂടി ഏത് തരത്തിലാണ് ഈ രാഷ്ട്രീയ വിവാദം പോകുന്നത് എന്ന് നോക്കണം. ഇതിൽ കാതലായിട്ടുള്ള വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫ്ലാഗ് ആക്ട് അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. അതിനകത്ത് ഉത്തരം BJP നേതാവിൽ നിന്ന് കിട്ടിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഏതായാലും സമയമായതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് A സമ്പത്ത്, ഒപ്പം അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയൻ, ഒപ്പം പകുതിക്ക് വെച്ച് ചർച്ച നിർത്തിപ്പോയെങ്കിലും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്.